അപ്പോൾ ഞങ്ങൾ ഗുരുവായൂർക്ക് പോകാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഇതുണ്ട് കേട്ടോ, പാടം. അപ്പോൾ ജസ്റ്റ് അവിടെ പോണ വഴിക്ക് അതൊന്ന് കാണിച്ചിട്ട് ഇറങ്ങിയതാണ്. അവർ കാണിച്ചു എല്ലാവരും എല്ലാവരും ഉണ്ട്, ഫാമിലി ആയിട്ട് വന്നിട്ട്. ഞങ്ങളുടെ കുറേ ദിവസത്തെ ആഗ്രഹമായിരുന്നു, ഇപ്പോഴാണ് സാധിച്ചത്. ചെറിയ ആള് വണ്ടിയിൽ ഇറങ്ങി വന്നു. ഞങ്ങൾ രാവിലെ 6:30 പോകുന്നതാട്ടോ. പാടം ഇതാണ് പാടം, പോണ വഴിയാണേ. അപ്പൊ ഒന്ന് ഇവിടെ ജസ്റ്റ് വണ്ടി ഒന്ന് നിർത്തിയിട്ട് ഒന്ന് ഇറങ്ങിയതാ. അപ്പൊ ശരി, ഗുരുവായൂരിന്ന് കാണാം. പുതിയ ബാഗ് ഭാഗം ഫ്രണ്ട് ഭാഗം കാണിച്ചു തരാം. ചെറിയ വഴിയുണ്ട്. പിടിച്ചൊക്കെ വാടിക്കാൻ കൊടുക്കും. വിശ്വസിച്ച് കഴിക്കാൻ പരിപാടി കഴിഞ്ഞു. ചെറിയ നടക്കും. ഇത്രയും വരും രണ്ട് ഭാഗം ഇതൊക്കെ വാടിക്കാൻ കൊടുക്കുക. അപ്പൊ ശരി, വീഡിയോ റോഡിന്റെ അവിടെ എത്തിക്കൂ. അപ്പം ഞങ്ങളിവിടെ ഇരിക്കട്ടെ, ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം. അപ്പം ഇതാണ് ഹാള് കേട്ടോ. അവിടെ ആയിട്ടാണ് സ്റ്റേജ് പരിപാടി നടക്കുന്നത്. അപ്പം നമ്മളിതേ ഗുരുവായൂരിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി ചാവക്കാട് ബീച്ചിലോട്ടാട്ടോ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇതാണ് ബീച്ച്. ഞാൻ 5-ന് പഠിക്കാൻ പറ്റാത്ത വന്നതാട്ടോ, ഇപ്പോഴാണ് പിന്നെ വരുന്നത്. ഇപ്പോൾ ഒരുപാട് കടകളും കച്ചവടക്കാരൊക്കെ കണ്ണി ഭയങ്കര വെയിലാണ്. ഇപ്പൊ എന്താ ബീച്ച് കണ്ടില്ലേ, എന്താ രസം. ഓ ഭയങ്കര വെയിലാണ്, എന്നാലും സാരില്ല, വെയിൽ കൊണ്ട് നടക്കുക. ഇപ്പൊ അന്ന് വന്നപ്പോ ഒന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. കൊറേ കച്ചവടക്കാരൊക്കെ പട്ടം പറപ്പിക്കല് പുള്ളൊക്കെ കണ്ടോ. അതാ വരുന്നത് തിരമാല. വേറെ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അതാ പേടിച്ചിട്ട് കുറെ അങ്ങനെ പോയിട്ടില്ല. അതാ പിന്നെ കടല്
ഓടി വരുന്നേ പേടിയാ. പേടിച്ചിട്ട് 2 പെടുത്തുകളതാ പോയി നിൽക്കുന്നു കാര്യം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതേ കടലിൽ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് കയറിയിട്ടുണ്ട് കേട്ടോ. കുളിയെന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ കളിക്കുക, നല്ല രസമാട്ടോ. അപ്പോൾ അവിടെ നിന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ അത് അനിയന്മാർക്ക് പന്ത് വേണം പറഞ്ഞു കേട്ടോ. അപ്പോൾ അവനൊരു പന്ത് വാങ്ങിയിട്ടുണ്ട്. അച്ഛന് പൈസ എടുക്കാൻ പോയിക്കുക കേട്ടോ. അപ്പം നമ്മളിത് മാങ്ങ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അടുക്കളയിൽ നിന്ന് മാങ്ങ ഉപ്പിട്ടത്, മുളക് ചെറിയ ഐസ്ക്രീം മതി പറഞ്ഞിട്ട് അതാണ്. ജലദോഷവും പനി ഉണ്ടേനി. അവർക്ക് അത് മതി പറഞ്ഞു ഞാനെന്താ വാങ്ങിയത്. നല്ല ടേസ്റ്റ് ഉണ്ടോ? കുറച്ച് എനിക്ക് വെക്കണേ. ക്യാമറ വെള്ളം അപ്പോൾ അങ്ങനെ ചെറിയൊരു പാർക്ക് ഉണ്ട് അവിടെ, ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ്. അതിലേക്ക് വന്നിരിക്കാൻ ഇതാ പോയി കളിക്കണു അവിടെ. ഈ ചെറിയ ആളും ഇതാ ഇവിടെ ഉണ്ട്. ബാക്കി ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പം അങ്ങനെ ചെറിയൊരു പാർക്കിൽ ഇതാ ഇവിടെ കുറച്ച് നേരം കളിച്ചിട്ട് ഇത്രയുടെ മുടിയൊക്കെ നനഞ്ഞിട്ട് അത് ഉണങ്ങാൻ ഇട്ടൊക്കെ അങ്ങനെ അതാ പരത്തിയിട്ടിട്ട്. അപ്പോൾ അവിടെ പോയി റെസ്റ്റ് ചെയ്യാനുള്ള ഒരുക്കമാനത്തില്ല, ഇരിക്കാനുള്ള ഒരു ഒരുക്കമാന. അവിടെ ഫുള്ളായിട്ടുണ്ട്, കുറച്ച് സ്ഥലങ്ങളൊക്കെ പാർക്കിലായിട്ടുണ്ട്. അവിടെ സൂര്യോദയം. ഇപ്പം അത് ഉരുസണെന്ന് പറഞ്ഞിട്ട് ഉരുസാൻ പോവാ. ഇതെവിടേക്കാ പോണ്? ഇതാ അപ്പോൾ ഉരുസണം പറഞ്ഞിട്ട് ഉരുസാൻ കയറി പോവാ. ഇതേ ബാക്കിൽ കൂടെ കയറി ഞാൻ ഫ്രണ്ടിൽ വന്നിക്കാനേ. ഇതാ അവിടെ ഏതിനാ അതിൻ്റെ ഉള്ളു. ഇവിടെ താഴെ വന്ന് ചാടും. ആ വന്നോളി. അവിടെ വന്ന ശ്രേയെ ഇത് അംഗനവാടിയിലുണ്ടാകാ.
അതുകൊണ്ട് അവന് പരിചയാ. അപ്പൊ ഇത്ര തന്നെ ഉള്ളു ഇന്നത്തെ ഇത്. അവളുടെ വായിക്കൂടെ പോയി കേറിക്കോ. എന്താ കാണും? അപ്പൊ തവളയുടെ വായ കൂടെ പോവാണ്. ആ കുട്ടികൾക്ക് അപ്പൊ അതൊരു ബോട്ട് കണ്ടു. അവിടേക്ക് വെറുതെ കരയത്ത് നിർത്തിയിട്ടിറക്ക. ഇതാ അപ്പൊ പൊളിഞ്ഞ ഷെഡ് കിട്ടണില്ല പെട്ടെന്ന്. അതിന്റെ 4 പുറം തപ്പിക്കൊണ്ട് നടക്കുക. വയ്യ, ക്ഷീണിച്ച് വയ്യ ഗൈസ്. രാവിലെ തുടങ്ങിയ കറക്കല്ലേ. രാവിലെ നിറച്ച് മീനുകൾ വരും. മീൻ വന്ന് ഇവിടെ ഇതാക്കും. വഴി ഓണില്ലേ വണ്ടിക്ക്? ഡ്രൈവിങ് ഇറങ്ങാറായി. കുറച്ച് തുള്ളിയും കൂടി ഉള്ളൂ. ആ പോയി ഉള്ളിൽ പോയി. സൂര്യാസ്തമയം ഇന്നത്തെ അങ്ങനെ താഴത്തേക്ക് പോയി. കാണാനില്ല. പോയി ട്രാക്ടർ വലിച്ചതാ ബോട്ട് കയറ്റാൻ. അത് അയച്ചു വെക്കാൻ സംഭവം.